ശരണം ചോദിച്ചുകൊണ്ട് ലങ്കാനഗരിയിൽ നിന്ന് വന്ന വിഭീഷണനെ തങ്ങളുടെ കൂട്ടത്തിൽ സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ ശ്രീരാമചന്ദ്രൻ ഓരോരുത്തരോടും അഭിപ്രായങ്ങൾ ആരായി. സുഗ്രീവനും അംഗദനും ജാംബവാനും ഓരോരുത്തരും താങ്കളുടെ ഉത്തരത്തെ, അഭിപ്രായത്തെ സുവ്യക്തമായി പ്രകടിപ്പിക്കും. ഇതെല്ലാം കേട്ടുകൊണ്ട് അമാത്യന്മാരിൽ ഏറ്റവും ഉത്തമനും അമേയ സംസ്കാരമുള്ളവനും വാക്യജ്ഞനും വാഗ്വിതാംബരനുമൊക്കെ ആയിട്ടുള്ള ശ്രീ ഹനുമാൻ ശ്രീരാമചന്ദ്രനോടായി പറയുവാൻ തുടങ്ങി. അല്ലയോ സ്വാമി, ബുദ്ധിമാന്മാരിൽ അഗ്രേസരനും വാഗ്മികളിൽ അദ്വിതീയനുമായ ഭവാനെ ജയിക്കുവാൻ സാക്ഷാൽ ബൃഹസ്പതിക്ക് പോലും സാധ്യമല്ല. വെറുതെ വാദിക്കുവാനോ മറ്റുള്ളവരിൽ സ്പർദ്ധ ജനിപ്പിക്കുവാനോ സ്വന്തം യോഗ്യത വ്യക്തമാക്കുവാനോ അഭിപ്രായം പറയുവാനുള്ള ആഗ്രഹത്തിനാലോ അല്ല അടിയൻ വാക്കുകൾ ഇനി ഓരോന്നും പറയാൻ പോകുന്നത്. ഇവിടെ നോക്കണേ, ഹനുമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം ഒരു അഭിപ്രായം പറയുന്നതിന് മുൻപേ തൻ്റെ മനസ്സിലുള്ള തൻ്റെ ഭാവം ശരിയായ വിധത്തിൽ രാമനോട് പറയുന്നു. ഞാൻ വെറുതെ വാദിക്കാൻ വേണ്ടിയല്ല പറയാൻ പോകുന്നത്, മറ്റുള്ളവരിൽ സ്പർദ്ധ ജനിപ്പിക്കുവാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയാൻ പോകുന്നത്, സ്വന്തം യോഗ്യത, തൻ്റെ യോഗ്യത വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഞാൻ പറയാൻ പോകുന്നത്. മാത്രമല്ല എന്തെങ്കിലും ഒരു അഭിപ്രായം പറയണമല്ലോ എന്ന ഒരു ആഗ്രഹത്തിലുമല്ല പറയുന്നത്. നമ്മളിൽ പലരും ഇതിലേതെങ്കിലും ഒരു കൂട്ടത്തിൽ പെട്ടുകൊണ്ടാണ് ചില ചർച്ചകളിൽ അഭിപ്രായങ്ങൾ പലപ്പോഴും പറയാറുള്ളത്. തൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ, മറ്റുള്ളവരെ അളക്കാൻ, തനിക്കിഷ്ടമില്ലാത്ത ഒരുവനൊരു വാക്ക് പറഞ്ഞാൽ സ്പർദ്ധ ജനിപ്പിക്കുന്ന തരത്തിൽ അതിനോട് സമീപിക്കാൻ. പക്ഷെ ഹനുമാൻ വളരെ വിനയപൂർവം പറഞ്ഞു, സ്വാമി, അടിയന് വളരെ പരിമിതമായ വിജ്ഞാനമേയുള്ളൂ. എന്നാൽ കാര്യത്തിൻ്റെ ഗൗരവമോർക്കുമ്പോൾ മനസ്സിൽ വന്ന വാസ്തവമുള്ള അഭിപ്രായത്തെ വ്യക്തമായി ഞാനൊന്ന് പറയട്ടെ. വിഭീഷണനിലുള്ള ഗുണവും ദോഷവും പരീക്ഷിച്ചറിയുവാനാണല്ലോ ഭവാന്റെ സജീവന്മാർ ഇവിടെ പറഞ്ഞത്. എന്നാൽ അതിൽ ദോഷമാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ളൊരു പണി ശരിയാകുമെന്നും എനിക്ക് തോന്നുന്നേയില്ല. ഏതെങ്കിലും കാര്യത്തിന് നിയോഗിക്കാതെ നന്മയറിയുവാൻ എളുപ്പമല്ലല്ലോ. പെട്ടെന്ന് എന്തെങ്കിലും നിയോഗിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് ദോഷകാരണമാകാനാണ് സാധ്യതയുള്ളത്. നിപുണനായ ഒരു ചാരനെ വിട്ട് ഗുണദോഷങ്ങളെ അറിയുക എന്നതാണ് അവിടുത്തെ മന്ത്രിമാർ പറഞ്ഞ മറ്റൊരു കാര്യം. യുക്തമായിട്ട് അടിയന് തോന്നുന്നില്ല ഇത് ശരിയായ ഒരു സമീപനമാണെന്ന്. ആവശ്യമില്ലാത്തൊരു കാര്യമാണത്. അതുകൊണ്ട് അതിലും ഒരു ശരി അടിയന്റെ മനസ്സിൽ തോന്നുന്നേയില്ല. അദേശത്തിലും അകാലത്തിലും വന്നവനാണ് വിഭീഷണൻ എന്ന അഭിപ്രായമാണ് നേരത്തെ കേട്ടതിലൊന്ന്. ആ കാര്യത്തിലും അടിയന് ഒന്ന് ഉണർത്തിക്കാനുണ്ട്, ഒരു കാര്യം പറയുവാനുണ്ട്. ദേശവും കാലവും ഇതാണ് ഏറ്റവും സമുചിതമെന്നാണ് അടിയന്റെ മനസ്സിലുള്ളത്. ഇവിടെ പറഞ്ഞത് ദേശവും കാലവും നോക്കാതെയാണ് വിഭീഷണൻ വന്നത് എന്നതാണ്. പക്ഷെ അടിയന്റെ മനസ്സിൽ ദേശവും കാലവും നോക്കി തന്നെയാണ് വിഭീഷണൻ വന്നത്. ഒരുവനിൽ നിന്ന് മറ്റൊരുവനിൽ അഭയം പ്രാപിക്കുന്ന സമയത്ത് ആ അഭയം പ്രാപിക്കുന്നവൻ നന്മയും തിന്മയും നല്ലപോലെ ആലോചിക്കും. ദുഷ്ടതയെ രാവണനിലും ശിഷ്ടതയെ, അതായത് അങ്ങയുടെ പരാക്രമത്തെ, അങ്ങയുടെ കഴിവിനെ, ധർമ്മത്തെ, അത് ഭവാനിലും കണ്ട വിഭീഷണൻ സ്വയം ആലോചിച്ച് തീർപ്പ് കൽപ്പിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതനുസരിച്ച് ഇവിടെ വന്നത് ഏറ്റവും യുക്തമായിട്ടാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. അജ്ഞാത രൂപികളായവരെ കൊണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയുവാനുള്ള വാക്കുകളിൽ എനിക്ക് മറ്റൊരു സംശയം തോന്നുന്നു. സ്വാമി, പെട്ടെന്നുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറയുവാൻ മഹാവിജ്ഞനായ ഒരുവൻ പോലും അല്പം ശങ്കിക്കും. പാഴ്ചോദ്യങ്ങളായി തീർന്നാലോ മിത്രമല്ലാതായി തീരുകയും ചെയ്യും. വാക്കുകളെ കൊണ്ട് തന്നെ ഭാവം മറയ്ക്കുവാൻ സാധിക്കുന്ന ഒരുവന്റെ ഉള്ളു മനസ്സിലാക്കാൻ അതിസമർത്ഥനായ ചാരന് പോലും വേഗത്തിൽ സാധിച്ചു എന്ന് വരില്ല. ഇവിടെയും ഹനുമാന്റെ ഈ ഒരു വിശകലനത്തിന് ഒരു വലിയ പ്രസക്തിയുണ്ട്.
പറയുന്നത് നോക്കൂ, എത്ര വിജ്ഞനായവൻ ആണെങ്കിൽ പോലും പെട്ടെന്ന് ഒരു ചോദ്യം ചോദിക്കുകയും ഉത്തരം പറയുകയും ചെയ്യുമ്പോൾ അവൻ സ്വല്പമൊന്ന് ശങ്കിക്കും. ഇത് മാത്രമല്ല, ചോദിക്കുന്ന ചോദ്യങ്ങൾ പാഴ്ചോദ്യങ്ങളായി തീർന്നാൽ, ആ ചോദ്യങ്ങൾക്ക് കഴമ്പില്ലെങ്കിൽ മിത്രമല്ലാതായി തീരുകയും ചെയ്യും. ഇതും നമ്മുടെ ജീവിതത്തിലുണ്ട്. അനാവശ്യമായ ചോദ്യങ്ങൾ, അനാവശ്യമായ ഇടപെടലുകൾ, അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങൾ, ഇതെല്ലാം പാഴ്ചോദ്യങ്ങളാണ്, ആവശ്യമില്ലാത്തതാണ്. ഇത് ചോദിച്ച ഒറ്റ കാരണം കൊണ്ട് നമ്മളുടെ മിത്രം നമ്മളുടെ ശത്രുവായി തീരുകയും ചെയ്യും. അതുകൊണ്ട് വിഭീഷണന്റെ വാക്കുകളിൽ ദുഷ്ടതയുടെ ഒരു ലേശം പോലും ഞാൻ കാണുന്നില്ല. പ്രസാദം കൊണ്ട് ശോഭിക്കുന്നതാണ് ആ വദനം. അതുകൊണ്ട് വിഭീഷണനിൽ ഒരു സംശയവും അടിയന് തോന്നുന്നില്ല. ഷഠനായൊരുവൻ സംശയലേശമില്ലാതെ തികച്ചും സ്വസ്ഥതയോടുകൂടി സമീപത്ത് വരികയില്ല. രാക്ഷസപ്രവരനായ ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ യാതൊരു ദുഷ്ടതയും കാണാത്തതിനാൽ ഒട്ടും തന്നെ വിഷമവും അടിയന് തോന്നുന്നേയില്ല. അതുകൊണ്ട് സ്വാമി, ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, രൂപം കൊണ്ട് മറച്ചാലും ചിത്തവൃത്തി പ്രകാശിക്കാതിരിക്കുമോ? ഒരുവൻ എത്ര അണിഞ്ഞൊരുങ്ങി നടന്നാലും അവൻ്റെ ചിത്തം അത് പ്രകാശിക്കുക തന്നെ ചെയ്യും. എല്ലാം അറിയാവുന്ന അങ്ങേക്ക് ദേശവും കാലവും ഉചിത കർമ്മവും ഒത്തുചേർന്നാൽ ഏതൊന്നും സഫലമാകും എന്നും അറിയാമല്ലോ. അതുകൊണ്ട് ഭവാന്റെ ഉദ്യമം, ദശാനനന്റെ പാഴ്വേല, ഇവ രണ്ടും കണ്ടതിനാൽ ബാലിയുടെ വധം, സുഗ്രീവന്റെ അഭിഷേകം എന്നിവ കേട്ടതിനാലും സ്വന്തം നാട്ടിൽ അധിവസിക്കുവാൻ ആഗ്രഹമുള്ള വിഭീഷണൻ വന്നത് ഏറ്റവും ബുദ്ധിപൂർവമായിരിക്കുന്നു. ഈ വാചകത്തെ നാം മനസ്സിൽ വെക്കണം. ഈ വാചകം നമുക്ക് ആവശ്യമുണ്ട്. ഒന്ന്, ശ്രീരാമചന്ദ്രന്റെ ഉദ്യമം, ദശാനനന്റെ പാഴ്വേല, ബാലിയുടെ വധം, സുഗ്രീവന്റെ അഭിഷേകം, ഇതെല്ലാം കേട്ടതിനാൽ സ്വന്തം നാട്ടിൽ അധിവസിക്കാൻ ആഗ്രഹമുള്ള വിഭീഷണൻ വന്നത് ഏറ്റവും ബുദ്ധിപൂർവമായിരിക്കുന്നു. ഈ ഒരൊറ്റ കാരണത്താൽ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാം. അമർഷിയായ അഗ്രജന്റെ സാമീപ്യത്തെ പോലും പരിത്യജിച്ചു വന്ന ഈ അസുരശ്രേഷ്ഠന്റെ ആർജവത്തെക്കുറിച്ച് അടിയൻ മനസ്സിലാക്കിയിടത്തോളം ഇതാ പറഞ്ഞിരിക്കുന്നു. വേണ്ടതെന്തോ അത് അത്ഭുത ബുദ്ധിമാനും ഏതൊന്നിനും പ്രമാണമായിട്ടുള്ളവനുമായ അവിടുന്ന് തീർച്ചപ്പെടുത്തി പറയണേ എന്ന് ഹനുമാൻ തൻ്റെ അഭിപ്രായത്തെ യുക്തിയുക്തം, കാരണങ്ങൾ ഓരോന്നും മുന്നിൽ വെച്ച് കാര്യകാരണയുക്തം ശ്രീരാമചന്ദ്രന്റെ മുന്നിൽ അവതരിപ്പിച്ചു. പവനതനയന്റെ അർത്ഥപൂർണങ്ങളായ വാക്കുകൾ കേട്ട ശ്രീരാമചന്ദ്രൻ പ്രസന്നവദനനായി. ശ്രീരാമന്റെ മുഖഭാവം നാം ശ്രദ്ധിക്കണം. പ്രസന്നവദനനായി. എന്നിട്ട് രാമൻ സ്വന്തം അഭിപ്രായം പറയുവാൻ തുടങ്ങി. എൻ്റെ അടുത്ത് അഭയമർത്ഥിച്ചു കൊണ്ടുവന്ന വിഭീഷണനെ പറ്റി നിങ്ങളുടെ അന്തർഗതങ്ങൾ ഞാൻ മനസ്സിലാക്കി. എൻ്റെ മംഗളകാംക്ഷികളായ നിങ്ങളോട് രാക്ഷസേന്ദ്രനെ കുറിച്ച് എനിക്ക് ചിലത് പറയുവാനുണ്ട്. സസ്നേഹം അതിനെ നിങ്ങൾ എല്ലാവരും കേൾക്കണേ. ആശ്രിതനായി മിത്രഭാവത്തിൽ വന്നവൻ ദുഷ്ടനാണെങ്കിൽ കൂടി ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കുകയില്ല. സജ്ജനങ്ങളുടെ വിധിയാണത്. രാമൻ പറയുന്ന ഈ ഒരു വാക്ക് വാൽമീകി രാമായണത്തിൽ ആ ഒരു വരി നാം പഠിക്കണം. മിത്രഭാവേന സംപ്രാപ്തം ന്യ ത്യജേയം കഥഞ്ജന എന്ന് പറയുന്ന രാമന്റെ വാക്കുണ്ട്. അതുകൊണ്ട് മിത്രഭാവത്തിൽ വരുന്നവൻ ദുഷ്ടനാണെങ്കിൽ കൂടി ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല. മനസ്സിലാക്കി വെക്കണം. ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കും ചിലതൊക്കെ. ശ്രീരാമദേവന്റെ വാക്കുകൾ കേട്ട് വാനര രാജാവായ സുഗ്രീവൻ അല്പമൊന്ന് ആലോചിച്ചു. അദ്ദേഹം തൻ്റെ മനസ്സിൽ വന്ന ആശയത്തെ വീണ്ടും രാമനോട് പറഞ്ഞു. പ്രഭോ, ദുഷ്ടനോ അദുഷ്ടനോ ആരുമാകട്ടെ, ആപത്തിൽപ്പെട്ട സഹജനെ, തൻ്റെ ജ്യേഷ്ഠനെ, സഹോദരനെ ഉപേക്ഷിച്ച് വന്ന ഒരുവനാണിവൻ. സ്വന്തം സഹോദരനെ കൂടി വെടിഞ്ഞാൽ അവന് പിന്നീട് സഹായത്തിന് ഏതൊരുവനാണ് ഉണ്ടാകുക? കപീശ്വരന്റെ അഭിപ്രായം കേട്ട ശ്രീരാമചന്ദ്രൻ മന്ദസ്മിതത്തോടുകൂടി, വളരെ പ്രേമഭാവത്തോടുകൂടി സുഗ്രീവനെ നോക്കി. എന്നിട്ട് ഉത്തമ ലക്ഷണങ്ങളെല്ലാം ഒത്തുചേർന്ന ലക്ഷ്മണനോട് ആ സത്യവിക്രമി മനോഹരമായ വാക്കുകൾ കൊണ്ട് ലക്ഷ്മണനോടായി പറഞ്ഞു. കുമാര ലക്ഷ്മണ, എല്ലാ ശാസ്ത്രങ്ങളെയും അഭ്യസിക്കാതെ, വൃദ്ധന്മാരെ സേവിക്കാതെ സുഗ്രീവൻ പറഞ്ഞതുപോലെ ഏതൊരാൾക്കും പറയുവാൻ ഒരിക്കലും സാധ്യമല്ല. എന്നാൽ അതിസൂക്ഷ്മമായൊരു കാര്യം ഇതിലുണ്ട്. ഇതാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ രാജാക്കന്മാർക്കും പ്രത്യക്ഷമായും ലൗകികമായും കാര്യങ്ങൾ പലതും സംഭവിക്കാറുണ്ട്.
അയൽവാസികളായ രാജാക്കന്മാർ എന്ന പോലെ സ്വന്തം കുടുംബക്കാർ കാലക്കേടിൽപ്പെട്ടവനെ ഉപദ്രവിക്കുകയാണ് സാധാരണ പതിവ്. ആ സമയത്ത് സ്വന്തക്കാർ കൂടി ശത്രുക്കളായിത്തീരും, ബന്ധുക്കൾ കൂടി ശത്രുക്കളായിത്തീരും. അങ്ങനെയുള്ളൊരു ചുറ്റുപാടിൽപ്പെട്ടവനാണ് വിഭീഷണൻ. ശ്രേഷ്ഠന്മാരായ മിത്രങ്ങൾ ഇഷ്ടപ്പെട്ടവരെ ബഹുമാനിക്കുകയാണ് ആ സമയത്ത് ചെയ്യുക. നൃപേന്ദ്രന്മാർ സാധുക്കളായവരെ കൂടി ശങ്കിക്കുകയും വേണം. സുഗ്രീവ, ശത്രുപക്ഷത്ത് നിന്ന് വന്നവനെ സ്വീകരിക്കുന്നതിൽ തിന്മ ഫലമുണ്ടാകുമെന്ന് അങ്ങ് പറഞ്ഞില്ലേ? ശാസ്ത്രോക്തമായ കാര്യമൊന്ന് ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തരാം, ഒന്ന് കേൾക്കൂ. രാമൻ പറഞ്ഞു, വിഭീഷണന് നാം ശേഷക്കാരല്ല, അദ്ദേഹം സ്വരാജവാസകാംക്ഷിയാണ്. വിജ്ഞന്മാരായവർക്കു കൂടി ഇത്തരം ആശയുണ്ടാകും. അതുകൊണ്ട് വിഭീഷണൻ സ്വീകാര്യനാണ്. ശേഷക്കാർ തമ്മിലാണെങ്കിൽ സസന്തോഷം ഒരിക്കലും ഒരുമിച്ച് ചേരില്ല, കലഹിക്കുകയാണ് പതിവ്. അതുകൊണ്ട് നാം വിഭീഷണന്റെ ശേഷക്കാരല്ല, അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് സ്വീകരിക്കാം. മാത്രമല്ല, താങ്കൾ ഒരു കാര്യം ശ്രദ്ധിച്ചുവോ സുഗ്രീവ? അദ്ദേഹത്തിന്റെ ശബ്ദം ശ്രദ്ധിച്ചോ? വിഭീഷണൻ നമ്മളോട് പറഞ്ഞ ആ ശബ്ദത്തെ അങ്ങ് ശ്രദ്ധിച്ചുവെങ്കിൽ ഒരു കാര്യം മനസ്സിലാകും. അദ്ദേഹത്തിന്റെ ശബ്ദം ഉച്ചത്തിലാണ് അത് പുറപ്പെട്ടത്. ഭയമില്ലാത്തവന് ഇങ്ങനെ ഉറക്കെ പറയുവാൻ സാധിക്കുകയില്ല. സഹോദരന്മാർ തമ്മിൽ പിണങ്ങിയിട്ടുണ്ടാകാം, ആ നിലയിൽ നോക്കിയാലും വിഭീഷണൻ നമുക്ക് സ്വീകാര്യനാണ്. അല്ലയോ സുഹൃത്തെ, സഹോദരന്മാർ എല്ലാവരും എൻ്റെ ഭരതനെ പോലെ ആയിക്കൊള്ളണമെന്നില്ല. എന്നെപ്പോലെയുള്ള പുത്രന്മാരെ എല്ലാ പിതാക്കന്മാർക്കും കിട്ടിയെന്നും വരില്ല. സുഗ്രീവ, അങ്ങയെപ്പോലെയുള്ള ചങ്ങാതിമാരെ സമ്പാദിക്കാനും ഒരിക്കലും ഇടവരില്ല. അങ്ങയെപ്പോലെ ഒരു ചങ്ങാതിയെ വേറൊരാൾക്കും കിട്ടില്ല. രാമൻ ഇവിടെ 3 ഉദാഹരണം പറഞ്ഞു. ഒന്ന്, സഹോദരന്മാരിൽ എല്ലാവരും എൻ്റെ ഭരതനെ പോലെ ആയിരിക്കില്ല. ഇത് ലക്ഷ്മണൻ കേൾക്കെയാണ് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. സത്യത്തെ ഉറക്കെ വിളിച്ചു പറയുവാൻ ശ്രീരാമചന്ദ്രന് ഒരു മടിയുമില്ല. പക്ഷെ ആ സത്യത്തെ, ജ്യേഷ്ഠൻ പറയുന്ന വാക്കിനെ വേദവാണി പോലെ കേൾക്കുന്ന അനുജനാണ് ലക്ഷ്മണൻ. ആ ലക്ഷ്മണൻ കേൾക്കെയാണ് രാമൻ പറഞ്ഞത്, ഭരതനെ പോലെ ഒരു സഹോദരനെ ഒരിക്കലും ലഭിക്കില്ല, എന്നെപ്പോലെ ഒരു പുത്രനെ ഒരിക്കലും ലഭിക്കില്ല, താങ്കളെപ്പോലെ ഒരു ചങ്ങാതിയെ ഒരിക്കലും ലഭിക്കില്ല. ശ്രീരാമചന്ദ്രന്റെ വാക്കുകൾ കേട്ട വാനരനാഥൻ, അതിബുദ്ധിമാനായിട്ടുള്ള സുഗ്രീവൻ, ലക്ഷ്മണനോടൊന്നിച്ച് എഴുന്നേറ്റ് നമസ്കരിച്ചുകൊണ്ട് വീണ്ടും സുഗ്രീവന്റെ ഒരു സ്വഭാവം നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരാളെ ചങ്ങാതിയായി സ്വീകരിക്കണമെങ്കിൽ, കൂട്ടത്തിൽ കൂട്ടണമെങ്കിൽ പരീക്ഷിച്ച് അവന് തന്നേക്കാൾ കഴിവും അർഹതയുമുണ്ട് എന്ന് തോന്നിയാൽ മാത്രമാണ് സുഗ്രീവൻ ഒരാളെ തൻ്റെ സുഹൃത്തായി ഗണിക്കൂ എന്ന് താര ബാലിയോട് പറയുന്ന വാക്ക് നാം ശ്രദ്ധിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇവിടെ സുഗ്രീവന്റെ മനസ്സിലെ ആശങ്ക തീരുന്നില്ല. അതുകൊണ്ട് സുഗ്രീവൻ വീണ്ടും പറഞ്ഞു, രാവണൻ അനുജൻ വിഭീഷണനെ ഒറ്റുകാരനായി അയച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതൊരുവനും അഭീഷ്ടമേകുന്ന, അല്ലയോ ശ്രീരാമചന്ദ്ര, ഈ നക്തഞ്ചരനെ നിഗ്രഹിക്കുന്നതാണ് യുക്തമെന്ന് എനിക്കിപ്പോഴും തോന്നുന്നു. അഗ്രജ നിർദ്ദേശമനുസരിച്ച് നമ്മെ ചതിക്കാൻ തയ്യാറായി വന്നവനാണിവൻ. വിശ്വസ്തനായ ഭവാനോ ലക്ഷ്മണകുമാരനോ എനിക്കോ ദ്രോഹം ചെയ്യാൻ വന്ന ഇവനെ അമാത്യന്മാരൊന്നിച്ച് വധിച്ചു കളയണം. അതിദുഷ്ടനായ രാവണ രാക്ഷസന്റെ അനുജനാണ് വിഭീഷണൻ എന്ന ഒരൊറ്റ ഓർമ്മ മതി അത് ചെയ്യാൻ. വാക്യജ്ഞനും വാനര ശ്രേഷ്ഠനുമായിട്ടുള്ള സുഗ്രീവൻ ഇത്രയും പറഞ്ഞതിന് ശേഷം മൗനമായിരുന്നു. എന്നാൽ വാഗ്മിയായ രഘുശ്രേഷ്ഠൻ അല്പമൊന്ന് ആലോചിച്ച് പൂപ്പുഞ്ചിരി പൊഴിച്ച് ശുഭകരമായിട്ടുള്ള വാക്കുകൾ ആ വാനരേശ്വരനായ സുഗ്രീവനോടായി പറഞ്ഞു. സുഗ്രീവ, ദുഷ്ടനാകട്ടെ ഗുണവാനാകട്ടെ, ഈ നിശാചരന് എന്നെ ഉപദ്രവിക്കാൻ ലേശമെങ്കിലും സാധിക്കുകയില്ല. നക്തഞ്ചരന്മാർ ഒരാൾക്ക് പോലും ഒരു തരിമ്പും എന്നെ ദ്രോഹിക്കാൻ കഴിയുമെന്ന് സുഗ്രീവന് തോന്നുന്നുണ്ടോ? മാത്രമല്ല, പിശാചുക്കൾ, യക്ഷന്മാർ, അസുരന്മാർ, ഭൂമിയിലുള്ള രാക്ഷസവർഗം, ഇവർ മുഴുവൻ ഒത്തൊരുമിച്ച് വരികയാണെങ്കിൽ കൂടി എൻ്റെ വിരൽത്തുമ്പൊന്നു മതി അവരെയൊക്കെ സംഹരിക്കാൻ. അല്ലയോ കപീന്ദ്ര, അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ. എൻ്റെ അടുത്തു വന്ന് ഞാൻ അങ്ങയുടേതാണ്, എന്നെ രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കുന്നവൻ ആരായാലും അവർക്കെല്ലാവർക്കും ഞാൻ അഭയമരുളും. ഇതെൻ്റെ ജീവിത വ്രതമാണ് സുഗ്രീവ. അതുകൊണ്ട് ഹേ കപീശ്വര, വിഭീഷണനെ ഇങ്ങോട്ട് കൊണ്ടുപോരൂ. ഞാൻ ശരണമേകി കഴിഞ്ഞു എന്ന് വിഭീഷണനോട് പറയൂ. വിഭീഷണനല്ല, രാവണനാണ് വന്നിട്ടുള്ളതെങ്കിൽ കൂടി
ഈ നിശ്ചയത്തിന് ഒരിക്കലും മാറ്റം വരില്ല. രാവണനെയും ഞാൻ എൻ്റെ ഉത്തമ സുഹൃത്തായി സ്വീകരിക്കും. ശ്രീരാമചന്ദ്രന്റെ ആജ്ഞ കേട്ടിട്ടുള്ള സുഗ്രീവൻ ഏറ്റവും സൗഹാർദ്ദത്തോടും സന്തോഷത്തോടും കൂടി ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, അലയോ മഹാപ്രഭോ, ധർമ്മജ്ഞനായ ലോകനാഥ, സുഖദായക, അവിടുത്തെ തീരുമാനത്തിൽ യാതൊരു അത്ഭുതവും എനിക്കിപ്പോൾ തോന്നുന്നില്ല. കാരണം ആത്മതത്വം എന്താണെന്നറിഞ്ഞവനും സത്മാർഗദർശിയുമായി അവിടുന്ന് സത്തായ കാര്യമാണ് അരുളി ചെയ്തത്. നോക്കണേ, അസത്തായ കാര്യമല്ല രാമൻ പറഞ്ഞത്, സത്തായ കാര്യമാണ് ചെയ്തത്. അതുകൊണ്ട് ദേവ, വിഭീഷണൻ ഉത്തമനായിട്ടുള്ളവൻ തന്നെയാണ്. നിസാരമായ എൻ്റെ മനസ്സിൽ വന്ന ചില സംശയങ്ങൾ അത് മാത്രമാണ്, അതെല്ലാം തീരെ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. നഷ്ടോ മോഹ സ്മൃതിർലബ്ധ എന്ന അർജുനന്റെ വാക്ക് നമുക്കിവിടെ വേണമെങ്കിൽ കടമെടുക്കാം. കാരണം സുഗ്രീവന്റെ മനസ്സിൽ വന്ന സംശയമെല്ലാം ഇതാ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിവേഗത്തിൽ വിഭീഷണൻ നമ്മോട് കൂടിച്ചേരട്ടെ എന്ന് സുഗ്രീവൻ ഉച്ചത്തിൽ പറഞ്ഞു. അപാരവിജ്ഞനായ വിഭീഷണൻ നമ്മളോടുകൂടി സൗഖ്യമേൽക്കട്ടെ. സുഗ്രീവന്റെ മനോഗതി ശരിക്ക് മനസ്സിലാക്കി കഴിഞ്ഞ ശ്രീരാമചന്ദ്രൻ അതീവ സന്തുഷ്ടനായി. ശ്രീരാമചന്ദ്രനാൽ അഭയമേകപ്പെട്ട വിഭീഷണൻ ഭക്തന്മാരായ തൻ്റെ അമാത്യന്മാരും ഒന്നിച്ച് ആകാശത്തിൽ നിന്ന് ശ്രീരാമ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നു. ആ ധർമ്മിഷ്ഠൻ ശ്രീരാമദേവന്റെ തൃക്കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചു. 4 രാക്ഷസ ശ്രേഷ്ഠന്മാരും ഒന്നിച്ച് ശരണപ്രാർത്ഥന ചെയ്ത വിഭീഷണൻ ധർമ്മനിഷ്ഠനും സമുചിതനും ആനന്ദദായകനും ആ ഒരു ഭാവത്തിൽ തന്നെ, ആനന്ദദായകമായ തൻ്റെ ഭാവത്തിൽ തന്നെ ശ്രീരാമചന്ദ്രനോടായി പറഞ്ഞു, മഹാപ്രഭോ, രാവണന്റെ കനിഷ്ഠ സഹോദരനാണ് ഞാൻ. അഗ്രജനാൽ അപമാനിതനായ ഞാൻ ഇതാ അവിടത്തെ അഭയം പ്രാപിക്കുന്നു. സകല ജീവികൾക്കും ശരണ്യനായ ഭവാനെ, ലങ്കാരാജ്യത്തെയും ബന്ധുമിത്രാദികളെയും വെടിഞ്ഞ് ഞാനിതാ അഭയം തേടുന്നു. എൻ്റെ നാടും ജീവിതവും സുഖവും എല്ലാം ഞാൻ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത് കേട്ട ശ്രീരാമചന്ദ്രൻ കാരുണ്യം നിറഞ്ഞ തൃക്കണ്ണുകളിൽ ആ സുഗ്രീവനെ സാന്ത്വന വാക്കുകൾ ഓതിക്കൊണ്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, വിഭീഷണ, നക്തഞ്ചരേശ്വരന്റെ ബലാബലങ്ങൾ സത്യമായിട്ടുള്ളത് എന്തൊക്കെയാണ് എന്ന് എന്നോട് പറയൂ. നോക്കൂ, ഇവിടെ ശ്രീരാമചന്ദ്രൻ, ഞാൻ എല്ലാം ഏറ്റിരിക്കുന്നു, നിന്നെ ഞാൻ കൂട്ടത്തിൽ വച്ചിരിക്കുന്നു, നിന്റെ എല്ലാ കാര്യവും ഞാൻ നോക്കിക്കൊള്ളാം എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്ന വാക്കല്ല. രാമന്റെ മനസ്സിൽ ഉടനെ തന്നെ വന്ന ചോദ്യം, എന്താണ് രാവണന്റെ ബലാബലങ്ങൾ എന്തൊക്കെയാണെന്ന് സത്യമായി എന്നോടൊന്ന് പറയൂ. അനായാസ കർമാവായിട്ടുള്ള രഘുപതിയുടെ ചോദ്യം കേട്ട വിഭീഷണൻ തൻ്റെ അഗ്രജന്റെ രാവണന്റെ എല്ലാ ബലവും വിവരിക്കുവാൻ തുടങ്ങി. രാവണന്റെ മാത്രമല്ല, രാവണന്റെ ബലത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആരുടെയൊക്കെ ബലത്തെക്കുറിച്ചാണ് രാമൻ അറിയേണ്ടത്, ആ വ്യക്തികളുടെ മുഴുവൻ ബലത്തെക്കുറിച്ചാണ് പിന്നീട് വിഭീഷണൻ വിശദീകരിക്കാൻ തുടങ്ങിയത്. വിഭീഷണൻ പറഞ്ഞു, പ്രഭോ, ഗന്ധർവന്മാർ, രാക്ഷസന്മാർ, നാഗങ്ങൾ തുടങ്ങി ഒരു ശക്തിക്കും രാവണനെ വധിക്കുവാൻ അസാധ്യമാണ്. ബ്രഹ്മദേവനിൽ നിന്ന് അത്തരത്തിലുള്ള വരം വാങ്ങിക്കൂട്ടിയിരിക്കുന്നു അദ്ദേഹം. രാവണന്റെ അനുജനും എൻ്റെ ജ്യേഷ്ഠനുമായി കുംഭകർണൻ എന്നൊരാളുണ്ട്. അതിവീര്യശാലിയും ഉഗ്ര തേജസ്വിയുമായ അദ്ദേഹം യുദ്ധത്തിൽ ഇന്ദ്രതുല്യനാണ്. രാവണന്റെ സേനാനായകനായി മറ്റൊരുത്തനുണ്ട്, പ്രഹസ്തൻ. വേറെ ഒരുത്തനായിട്ടുള്ള ആ പ്രഹസ്തൻ കൈലാസവാസിയായ മണിഭദ്രനെ വിജയിച്ചവനാണ്. ഉടുമ്പിൻ തോൽ കയ്യുറയും പൊട്ടാത്ത പോർച്ചട്ടയും ധരിച്ച് കുലച്ച വില്ലും നിശിത ബാണവുമേന്തി നോക്കി നിൽക്കവേ തന്നെ യുദ്ധക്കളത്തിൽ നിന്ന് പെട്ടെന്ന് മറയുന്നവനാണ് രാവണന്റെ ഉത്തമനായ പുത്രൻ ഇന്ദ്രജിത്ത്. സമരവ്യൂഹ മധ്യത്തിൽ വെച്ച് തന്നെ അഗ്നിദേവനെ പ്രസാദിപ്പിച്ച് അനുഗ്രഹം വാങ്ങിയവനാണ്. മറഞ്ഞു നിന്ന് ശരവർഷം കൊണ്ട് ശത്രുനിഗ്രഹം ചെയ്യുന്ന അതുല്യ ബലശാലിയാണ് ഇന്ദ്രജിത്ത്. ദിക്പാലക തുല്യന്മാരായിട്ടുള്ള പടനായകന്മാർ നിരവധി പേരുണ്ട് രാവണന്റെ കൂട്ടത്തിൽ. അതിൽ മഹോദരൻ, മഹാപാർശ്വൻ, അകമ്പനൻ, ഈ അരക്കന്മാർ ലങ്കാനഗരിയുടെ പ്രചണ്ഡ തേജസ് നിറഞ്ഞു നിൽക്കുന്നവരാണ്. മാത്രമല്ല, ലങ്കാനഗരിയിൽ 10,000 കോടി രാക്ഷസന്മാരുണ്ട്. രക്തപാനികളും മാംസ ഭക്ഷകന്മാരുമായിട്ടുള്ള അവർ കാമരൂപികളാണ്.
ആ സൈന്യങ്ങളുമൊത്ത് അടരാടിയിട്ടാണ് ലോകപാലകന്മാരെയും അമരന്മാരെയും മഹാത്മാവായിട്ടുള്ള രാവണൻ വിജയിച്ചിട്ടുള്ളത്. അത്രയും ശക്തന്മാരായിട്ടുള്ള പടയാളികളും സേനാനായകന്മാരും യുദ്ധവീര്യന്മാരും ഒക്കെയാണ് രാവണന്റെ കൂട്ടത്തിലുള്ളത്. ഇതെല്ലാം കേട്ട് സുദൃഢപരാക്രമിയായ ശ്രീരാമചന്ദ്രൻ എല്ലാം മനസ്സുകൊണ്ട് ഉടനെ തന്നെ ആലോചിച്ച് നിശ്ചയിച്ച് മന്ദഹാസത്തോടു കൂടിയിട്ട് വിഭീഷണനോട് പറഞ്ഞു, ഹേ വിഭീഷണ, രാവണന്റെ പരാക്രമണങ്ങൾ എല്ലാം അങ്ങ് ശരിയായി പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഞാൻ അറിഞ്ഞിട്ടുള്ളതുമാണ്. പ്രഹസ്തൻ തുടങ്ങിയ ബന്ധുക്കളോടുകൂടി ദശകന്ധരനെ വധിച്ച് അങ്ങയെ ഞാൻ ലങ്കയിലെ രാജാവാക്കി വാഴിക്കും. എൻ്റെ ഈ വാക്ക് സത്യമാണ്. ഭൂമിയുടെ ഉള്ളിലോ പാതാളത്തിലോ ബ്രഹ്മദേവന്റെ സമീപത്തോ പോയി ഒളിച്ചാൽ പോലും രാവണന് എന്നിൽ നിന്നൊരിക്കലും രക്ഷ ലഭിക്കുകയില്ല. അടരിൽ അസുരവരനെ ബന്ധുമിത്രാദികളോടെ അന്ധകാലയത്തിലേക്ക് അയച്ചിട്ടല്ലാതെ ഞാൻ അയോധ്യയിലേക്ക് പോവുകയില്ല. എൻ്റെ അനുജന്മാർ 3 പേർ സാക്ഷിയാണ് രാമന്റെ ഈ വാക്കിന്. ശ്രീരാമചന്ദ്രന്റെ വാക്കുകൾ വിഭീഷണനെ ആനന്ദസാഗരത്തിൽ ആറാടിച്ചു. ആ ധർമാത്മാവ് താണ് തൊഴുത് സസന്തോഷം പറഞ്ഞു, രാജരാജനായ മഹാപ്രഭു ശ്രീരാമചന്ദ്ര, രാക്ഷസവധത്തിലും ലങ്കാരാജ്യ വിജയത്തിലും യഥാശക്തി ഞാൻ അങ്ങയെ സഹായിക്കാം. അവിടുത്തെ സൈന്യത്തിൽ ഒരംഗമായി ഞാനും ഉണ്ടാകും. രഘുവരൻ വിഭീഷണനെ ഉടനെ തന്നെ ഗാഠഗാഠം പുണർന്നു. കാരുണ്യവാരിധിയായ ദേവൻ സൗമിത്രിയെ വിളിച്ചു, ലക്ഷ്മണനെ വിളിച്ച് ലക്ഷ്മണനോടായി പറഞ്ഞു, ലക്ഷ്മണ, കടൽ ജലം കൊണ്ടുവരൂ, സാഗര ജലം കൊണ്ടുവരൂ. രാക്ഷസ രാജ്യാഭിഷേകം ഉടനെ ചെയ്യൂ. എൻ്റെ പ്രീതിയുടെ അടയാളമായി വിഭീഷണൻ ഇപ്പോൾ മുതൽ ലങ്കേശ്വരൻ എന്ന പേരിലാണ് ഇനി അറിയപ്പെടുക. കപീന്ദ്രന്മാരുടെ മധ്യത്തിൽ വെച്ച് രാജകൽപ്പനയനുസരിച്ച് വിഭീഷണനെ രാക്ഷസ ചക്രവർത്തിയായും ലങ്കാധിപനായും അഭിഷേകം കഴിച്ചു. ശ്രീരാമചന്ദ്രന്റെ പ്രീതി ഇത്രയും പെട്ടെന്ന് വ്യക്തമാക്കിയത് കണ്ട വാനരന്മാർ കൂക്കിയാർത്ത് വിളിച്ചു. മഹാത്മാവായ ദേവനെ അവർ വീണ്ടും വീണ്ടും ജയ ജയ ആഘോഷത്തോടെ വലിയ ശബ്ദത്തോടുകൂടി വാഴ്ത്താൻ തുടങ്ങി. കപീന്ദ്രന്മാരായ സുഗ്രീവനും ഹനുമാനും വിഭീഷണനെ ഹൃദയം തുറന്ന് അനുമോദിച്ചു. ശ്രീരാമചന്ദ്രന്റെ കാരുണ്യം ഇത്ര വേഗത്തിൽ അനുഭവിക്കാൻ സാധിച്ച ആ പുണ്യ ഉത്തമനായിട്ടുള്ള വ്യക്തിത്വത്തെ വന്ദിച്ചുകൊണ്ട് സുഗ്രീവനും ഹനുമാനും ഒരേ സ്വരത്തിൽ ചോദിച്ചു, ലങ്കേശ്വര, അക്ഷോഭ്യമായ സാഗരത്തെ തേജസ്വികളായ വാനരന്മാരോടുകൂടി എങ്ങനെയാണ് നാം കടക്കുക? അണിനിരത്തിയ സൈന്യങ്ങളും ഒന്നിച്ച് വരുണാലയ തരണം ചെയ്യാൻ എന്താണ് ഒരു ഉപായമെന്ന് പറഞ്ഞു തരൂ. ധർമാത്മാവായ വിഭീഷണൻ വാനര നായകന്മാരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് പറഞ്ഞു, നരവരനായ രാഘവൻ ആഴിയെ ശരണം പ്രാപിക്കണം. അമേയമായ ആ മഹാർണവത്തെ കഴിപ്പിച്ചത് ശ്രീരാമദേവന്റെ വംശജാതനായ സഗര മഹാരാജാവാണ്. ബന്ധുവായ ശ്രീരാമസ്വാമിയുടെ കാര്യം സാധിക്കുവാൻ ബുദ്ധിമാനായ സാഗരം തീർച്ചയായും തയ്യാറാകും, സംശയം വേണ്ട. മഹാവിദ്വാനായ രാക്ഷസേശ്വരന്റെ അഭിപ്രായം കേട്ട സുഗ്രീവൻ ശ്രീരാമ ലക്ഷ്മണന്മാരുടെ അടുത്തേക്ക് ഓടിയെത്തി വിഭീഷണൻ പറഞ്ഞ സുഭാഷിതത്തെ വ്യക്തമായി ധരിപ്പിച്ചു. വിപുലഗ്രീവനായ സുഗ്രീവൻ സമുദ്രോപാസനയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് സ്വതവേ തന്നെ ധർമ്മശീലനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ അത്യധികം സന്തോഷിപ്പിച്ചു. ആ കർമ്മകോവിതൻ മന്ദഹാസത്തോടുകൂടി തൻ്റെ സുഹൃത്തിനോട് ആ വാക്യം കേട്ടുകൊണ്ട് പറഞ്ഞു, ലക്ഷ്മണ, വിഭീഷണന്റെ ആലോചന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. സുഗ്രീവൻ അതിവിജ്ഞനാണ്, നീയാണെങ്കിൽ മന്ത്രവിശാരദനാണ്. നിങ്ങൾ 3 പേരും ആലോചിച്ച് എന്തൊക്കെ ചെയ്യണമെന്ന് ഉടനെ തീർപ്പ് കൽപ്പിക്കൂ. വീരന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാർ ഉപചാരത്തോടെ തന്നെ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, പ്രഭോ, പുരുഷസിംഹനായ അവിടത്തെ ആശയം ഞങ്ങൾക്കിഷ്ടമല്ലാതെ വരുമോ? ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടത് എന്തോ അതാണ് വിഭീഷണൻ പറഞ്ഞത്. ഈ ഘോരവാരിധിയെ ചിറകെട്ടാതെ ലങ്കയിൽ ചെന്നെത്തുവാൻ ഇന്ദ്രനോടുകൂടിയ ദേവന്മാർക്ക് പോലും സാധ്യമല്ല. അതിശൂരന്മാരായിട്ടുള്ള ആ ലങ്കയിലെ വിഖ്യാതന്മാരായിട്ടുള്ള പടയാളികൾ, പ്രത്യേകിച്ചും ലങ്കേശ്വരൻ, ആ ലങ്കേശ്വരൻ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ലങ്കേശ്വരൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. കാലം കളയാതെ സാഗരത്തോട് അഭ്യർത്ഥിക്കാം. കപി സൈന്യങ്ങളുമൊത്ത് നമുക്ക് ലങ്കയിൽ എത്തുവാനുള്ള മാർഗം നിർദ്ദേശിക്കാം. അതുകൊണ്ട് മഹാപ്രഭുവായ ശ്രീരാമചന്ദ്ര, അങ്ങ് ഉടനെ തന്നെ സമുദ്രത്തെ ഉപാസിക്കൂ.
ഉടനെ ശ്രീരാമചന്ദ്രൻ സഹോദരന്റെയും സുഹൃത്തിന്റെയും വാക്യം കേട്ട് അബ്ധിയുടെ തീരത്ത് ദർഭപ്പുല്ല് വിരിച്ച് വേദിയിലെ അഗ്നി പോലെ അങ്ങനെ അതിൽ കിടന്നരുളുവാൻ തുടങ്ങി. ശ്രീരാമചന്ദ്രൻ തൻ്റെ ഉഗ്രമായ പോരാട്ടത്തിനുള്ള ഒരുക്കം തൻ്റെ കൂട്ടാളികളുടെ നിർദ്ദേശമനുസരിച്ച് ചെയ്യുവാനായി ആരംഭിക്കുന്ന ഈ ഒരു കഥാസന്ദർഭം വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ രാമായണ പഠനത്തിന് സമാപനം കുറിക്കാം. വളരെ ശ്രദ്ധയോടെ രാമായണം ഓരോ ദിവസവും പഠിക്കാനും വായിക്കാനും കേൾക്കുവാനുമൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.